ഞാൻ പറയുന്നിടത്ത് ഇന്ന ഹോട്ടലിൽ വരാമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാള് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ സെക്സ് ടോപ്പിക്സോ അങ്ങനെ എഫക്ട് ചെയ്യും. അയ്യോ കുഞ്ഞു വാ, ചൊണയുണ്ടെങ്കിൽ എടുത്ത് വിടറി. വോയിസ് ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ എടുത്ത് വിടറി. വട്ടി ബിന്ദു എന്തല്ലേ എന്തെങ്കിലും ഞാനാണ് തെളിയിക്കുന്ന ഒരു വോയിസോ ചാറ്റ് കൊണ്ട് എടുത്ത് ഞാൻ തുണിയില്ല കിടക്കൂടി. ലാഷ് മോളെ ഉണ്ടാക്കണം വന്നിരുന്നുണ്ട്. നമസ്കാരം. ഇടേ 2 ദിവസമായിട്ട് എനിക്ക് വയറിളക്കമായിരുന്നു. അതായത് ഗോയിങ് ഓൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വട്ട് ബിന്ദുവിനെ അറിയാമല്ലോ, വട്ട് ബിന്ദുവിന്റെ ചാത്തൻ സേവ ഏറ്റവും എന്നെനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. തന്നെ വട്ട് ബിന്ദു അങ്ങനെയാണോ? ചാത്തൻ സേവയുടെ ഫലമാണോ 2 ദിവസം ഞാൻ വയറിളകി കിടന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ കുറെ പേര് എനിക്ക് കുറച്ച് പിന്നീട് ഈ പറയുന്ന 1-2 വീഡിയോസ് അയച്ചിരുന്നുണ്ട്. അതായത് ഈ വട്ട് ബിന്ദു ഒരു യൂട്യൂബർ, ഒരു സുരേന്ദ്രൻ ഞാൻ വരുന്നുണ്ട് കാണാൻ. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഫുള്ളാ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വട്ട് ബിന്ദു ആർക്കൊക്കെ ഈ പറയുന്ന എന്താ വോയിസുകൾ അയച്ചു കൊടുക്കുന്നു. അതായത് ജീവിതത്തിൽ ഇതുവരെക്കായിട്ടും നേരിട്ട് കാണാത്തൊരു വ്യക്തി, ഇതുവരെക്കായിട്ടും ഒന്ന് സംസാരിക്കാത്ത വ്യക്തി, ഒരു ചാറ്റ് കൊണ്ട് പോലും സംസാരിക്കാത്ത ഒരു വ്യക്തി വിളിച്ച് പറയുകയാണ്, ഞാൻ അവളെ കിടക്ക പങ്കിടാൻ വേണ്ടിയിട്ട് വിളിച്ചു എന്നുള്ളതാണ്. നീ കിടക്ക പങ്കിടാൻ വേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഫോട്ടോസുകൾ ഞാൻ മോർഫ് ചെയ്ത് ഞാൻ ഇടും എന്ന് വേറൊരു പ്രാന്തന്റെ അടുത്ത് ഒരു സുരേന്ദ്രൻ നിനക്ക് ഇത് സുരേന്ദ്രൻ മൊത്തം കേൾക്കണേ, സുരേന്ദ്രനും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണം. ഓക്കെ, പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് കൊടുക്കുന്നു. സുരേന്ദ്രൻ ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് ഇരുന്ന് അങ്ങനെ തള്ളക്കി വിളിക്കുകയാണ്. എന്ത് ചെയ്യാണ്? തള്ളയ്ക്കും ഈ പറയുന്ന എൻ്റെ മകളെ ഉൾപ്പെടെ വിളിച്ചിറക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ കിടക്ക പങ്കിടാൻ വേണ്ടി വിളിച്ചു. ഇത് പറയുന്നത് ആരാണ്? ഈ വട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കേസ് കേൾക്കുന്നവരെടുത്ത് സുരേന്ദ്രൻ ഉൾപ്പെടെ എടുത്ത് പറയാം, ഈ പെണ്ണും പിള്ളയ്ക്ക് ഭ്രാന്താണ്, വട്ടാണ്, പിരിപോയി കിടക്കുകയാണ്. ഈ വട്ട് ബിന്ദുവിന്റെ കേസ് അറിയല്ല. ഈ വട്ട് ബിന്ദുവിന്റെ കേസ് ഞാൻ ആദ്യം വീഡിയോ ചെയ്യാൻ കാരണം, ഇനി എല്ലാം വിശദമായി പറയാം. ഓക്കെ, വീഡിയോ ചെയ്യാൻ കാരണം ഈ വട്ട് ബിന്ദു ഒരാളെ വിളിച്ചിട്ട് ഏതോ വട്ട് ബിന്ദു പറയുന്നത് അവള് രേണു സുധീരെ സപ്പോർട്ടറാണെന്ന്. ഈ മെസ്സേജ് അയച്ച പുള്ളി രേണു സുധീരെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ്. ഇവർ തമ്മിലുള്ള ഒരു ചാറ്റ് എനിക്ക് കിട്ടുന്നു. അതെനിക്ക് തന്നതൊരു യൂട്യൂബറാണ്. യൂട്യൂബർ ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെ പറയാം, യൂട്യൂബറാണ്. ആ യൂട്യൂബർ ഇത് ചെയ്തില്ലായിരുന്നു. കാരണം ഇതിനകത്ത് ചാത്തൻ സേവയുടെ കേസാണ് പറഞ്ഞത്. ചാത്തൻ സേവ വന്ന് നിന്റെ പിന്നെ കൊച്ചു കുട്ടികളടക്കം, നീയും നിന്റെ കൊച്ചു കുട്ടികളടക്കം ഇന്നു തൊട്ട് മരിക്കും, നിന്റെ മരണം ഞാൻ ഇവിടെ കാണുന്നു എന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു യുവതി. ആ വോയിസാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇവരെയും കെട്ടി വലിയ ചാത്തൻ സേവ ചെയ്തത് കൊണ്ട് എനിക്കതിന് പേടി തോന്നിയില്ല. ഞാൻ അതിനെടുത്ത് ചെയ്തു. ഓക്കെ, അതിനകത്ത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒരു പിരിവിട്ട് നടക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന വട്ട് ബിന്ദു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്തു. അതിനുശേഷം ഈ വട്ട് ബിന്ദു അവളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എൻ്റെ നമ്പർ ഉൾപ്പെടെ എൻ്റെ നമ്പർ എടുത്ത് വെക്കുന്നു. യവനാണ്, അതായത് ഈ വട്ട് ബിന്ദു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പുറത്തു വിട്ടില്ല ആ ചാറ്റ്, ഇവളും വേറെ അത് ആണാണോ പെണ്ണാണോ ഇവിടെ ചാറ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അതിൻ്റെ ചാറ്റിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പെണ്ണാണെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം എനിക്ക് അറിഞ്ഞൂടാ, സീരിയസ്ലി എൻ്റെ മോൾ സത്യമായിട്ട് അറിഞ്ഞൂടാ. എൻ്റെ മോൾ സത്യമായിട്ട് ഈ പറയുന്ന വട്ട് ബിന്ദുവിൻ്റെ അടുത്ത് ഇതുവരെക്കായിട്ട് ഞാൻ സംസാരിക്കുകയോ ഒരു മെസ്സേജ് കൊണ്ടോ എനിക്ക് ഇതുവരെക്കായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെക്കായിട്ട് ഞാൻ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടോ ഇല്ല എന്നുള്ളതാണ്. ഇത് ആണയിടുന്നത് എൻ്റെ മോളെ കുറിച്ചാണ്. മോളെ കൊണ്ടാണ് ഞാൻ ആണയിടുന്നത് എന്നുള്ളത്. അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ നമ്പർ പബ്ലിഷ് ചെയ്യുന്നു. എൻ്റെ നമ്പർ ഓൾറെഡി ഒരു നമ്പർ പബ്ലിഷ്ഡ് ആണല്ലോ. ആരോ ഏതോ ഒരു ലെവൽ അത് കൊടുത്തു, അതിനെ പബ്ലിഷ് ചെയ്യുന്നു. എൻ്റെ ഫോട്ടോ ഇട്ട് നിരന്തരം പറയുന്നു. ആ കൂടി 4, 3, 7 പേരെ അത് കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിന് വിട്ട് ഇന്ന് ഈ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, ഇരുന്ന് തെറി വിളിക്കണം, പൂരത്തെറി. കാരണം നമ്മൾ ഒരാളെ സമ്പാദിക്കും, അത് ഈ വസ്തുതകൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എതിർക്കാനുള്ളത്. ഒരു തേങ്ങയില്ലാതെ ഒരു വട്ട് വന്ന് വിളിച്ചു പറയുകയാണ് സുരേന്ദ്രൻ എൻ്റെ അടുത്ത്, ഞാൻ ഇതുപോലെ ഞാൻ ചെയ്ത ചാറ്റ് നിനക്ക് അയച്ചു തന്നു, എൻ്റെ വോയിസ് നിനക്ക് അയച്ചു തന്നു, ഞാനാണെന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? ഈ ഒരു ഉറപ്പുമില്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് നീ എന്നെ തെറി വിളിക്കുകയാണ്. അത് എൻ്റെ അമ്മയെ ചേർത്താണ് നീ തെറി വിളിച്ചത്. വട്ട് ബിന്ദുവിനുള്ളത് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് 2 ദിവസത്തിനകത്ത് അവളെ കൈ കിട്ടും. സുരേന്ദ്ര, നിന്റെ കേസ് ഞാൻ നിന്നെ നേരിട്ട് കാണാൻ വരുമ്പോൾ ഇവള് പറഞ്ഞതിൻ്റെ പ്രൂഫ് നിന്റെ കയ്യിൽ വേണം. ഞാനാണ് ഇവളെ ഈ പറയുന്ന പിന്നെ ടെസ്റ്റ് ചെയ്തത്,
എന്തെങ്കിലും ഒരു പ്രൂഫ് മതി. ഒന്നീ എന്റെ വോയിസോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഫേക്ക് ഐ ഡി അത് ഞാനാണെന്ന് തെളിയിക്കുന്നത്. അല്ല ഫേക്ക് ഐ ഡിന്ന് ഇതുപോലെ വിളിച്ചു എന്നൊക്കെ പറയുന്നത് അതിന്റെ എങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഈ പറയണതല്ലാതെ ഇവിടെ എന്റെ ഒരു ഊഹം അനുസരിച്ച് ഇവിടെ ഇങ്ങനെ ആരും ചാറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. സുരേന്ദ്രനെ ഇവിടെ കരുവാക്കുകയാണ് ചെയ്തത്. സുരേന്ദ്രന്റെ അടുത്ത് വിളിച്ച് ഇതുപോലെ ഞാൻ ആ സംഭവം വെച്ച് തരാം, കുറെ ഉണ്ട്. സുരേന്ദ്രന്റെ അടുത്ത് ഇവിടെ വിളിച്ചിട്ട് എന്ത് പറയുന്നു, ഞാൻ ഇതുപോലെ വിളിച്ചിട്ട് ഈ കിളവിയെടുത്ത് പോയില്ലെങ്കിൽ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ എല്ലാം ഞാൻ മോർഫ് ചെയ്തിടൂ എന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ സുരേന്ദ്ര അവൾക്ക് വേറെ പണി, അത് പെണ്ണാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ പണി അല്ലാതെ കൊടുത്തിട്ടുണ്ട്. സുരേന്ദ്രൻ എനിക്ക് നിന്നെ കാണണം, ഞാൻ കാണാൻ വരും. ഞാൻ നിന്നെ കുറിച്ച് നിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നിന്റെ ലൊക്കേഷൻ ഞാൻ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലർക്കും ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല പലർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ കേസ് ഞാൻ പറയാം, ഞാൻ വരുമ്പോഴേ നീ വിളിച്ച തള്ളക്കി വിളിയൊക്കെ ഞാൻ മാറി. നീ അവിടെ തള്ളക്കി വിളിച്ചിരിക്കുന്നത് ഈ മെസ്സേജ് അയച്ചവനെയാണ്. ഓക്കെ, ഈ പറയുന്ന ഈ മോർഫ് ചെയ്യുമെന്ന് പറഞ്ഞവനെയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷെ നീ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് തള്ളക്കി വിളി, അപ്പൊ എന്റെ തള്ളക്കി അയക്കുന്നത്. അപ്പോ എന്തെങ്കിലും ഒരു പ്രൂഫ്, ഞാനാണ് ഈ വട്ട് ബിന്ദുവിന്റെ അടുത്ത് ഇത്ര നേരം ചാറ്റ് ചെയ്ത് ഈ ലൂസ് പോയി ഒരു ഞരമ്പില്ലാത്ത ഒരു വട്ടിന്റെ അടുത്ത് ഞാനാണ് ചാറ്റ് ചെയ്തത് എന്നുള്ള പ്രൂഫ് നീ വട്ട് ബിന്ദുവിന്റെ വാങ്ങിച്ചു വെക്കണം. ഇപ്പൊ തന്നെ വിളിച്ചോണം. വട്ട് ബിന്ദുവിന്റെ ഒരു പ്രൂഫ് തരാൻ പറയണം, മനസ്സിലായോ എന്നുള്ളതാണ്. അപ്പോ ഇനി ഇവിടെ വോയിസ് ഒന്ന് കേൾക്കാം. എന്റെ പേര് ബിന്ദു ബാലചന്ദ്രൻ എന്നാണ്. ബിന്ദു ഹരേ കൃഷ്ണ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കൃഷ്ണസ് ഓർഗാനിക് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓണറാണ്. അപ്പൊ എനിക്ക് എന്നെ പറ്റി ഒരു നെറ്റില് ഷെഫീന ബീവിയും ഈ രാജ് ടോക്സ് നടത്തുന്ന രാജ് എന്ന് പറഞ്ഞ ആളും കൂടെ ഒരു വീഡിയോ ഇപ്പോ ഞാൻ അവരെ ശപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ഇപ്പം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ താഴെ ഒരുപാട് അശ്ലീല കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനലിലും ഷെഫീന അവരുടെ ഫേസ്ബുക്കിലും ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറയൂ. യെസ് സാർ പറയൂ. പറയുന്നത് വിളിക്കുന്നത് സുരേന്ദ്രനെയാണ്. സുരേന്ദ്രൻ നിന്നെ സാറെന്ന് വിളിച്ച് നിന്നെ കുപ്പിയിലാക്കുകയാണ് ചെയ്തത്. ഇടി കിട്ടുമ്പോൾ നീ മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ്, മനസ്സിലായോ? നിന്നെ കുപ്പിയിലാക്കണം. നീ താങ്കളൊരു യൂട്യൂബറാണ്. ഓക്കെ ശരി, യൂട്യൂബറോ ഫേസ്ബുക്കോ എന്തോ ആയിക്കോട്ടെ ആണ്. ഒരാൾ വിളിച്ച് ഈ പറയുന്ന വായ്ത്താളം പോലെ ഒരു സാധനം പറയുമ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. എന്തെങ്കിലും ഒരു പ്രൂഫ് വെച്ചിട്ടല്ലാതെ സംസാരിക്കാൻ പാടില്ല. നീ ആദ്യം പഠിക്കാൾ അവിടെയാണ്. ഒരു പെണ്ണെന്ന് കേട്ടപ്പോ നീ അങ്ങ് അലിഞ്ഞു പോയല്ലേ, അവള് പറയണൊക്കെ നീ അങ്ങ് വിശ്വസിച്ചു. എടാ ഇവള് മെന്റലാണെന്നേ, വട്ടാണ്, നിനക്കത് മനസ്സിലായിക്കൊള്ളൂ. മനസ്സിലായോ? എന്താണ് വിഷയം? രേണുസുതിയെ സംബന്ധിച്ച് ഉണ്ടായ വിഷയമാണ്. രേണുസുതി എന്ന് പറയുന്ന നടി, അവരിപ്പോ ക്യാൻസർ രോഗബാധിതയാണല്ലോ. അവരെ കുറിച്ച് ഞാൻ ഒരു മോശമായ ഒരു കമന്റ്, വളരെ മോശമായ രീതിയിൽ അവരെയും അവരുടെ മകൻ കിച്ചുവിനെയും കൂടെ എഴുതി ഇയാളൊരു ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇട്ടായിരുന്നു, ഈ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന ആൾ. അപ്പൊ ഞാൻ അതിന്റെ അത്രയും മോശമായ ഒരു അമ്മയും മോനെ ചിത്രീകരിച്ചു. അതിന്നിപ്പോ അയാൾ വീഡിയോ ആയിട്ട് എന്തൊരു സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാനൊരു പഞ്ചപാവം എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഞാൻ എവിടെ പോയി കമന്റ് ഇട്ടുന്നത്? ഏത് കമന്റ്? എനിക്കിതൊന്നുമല്ല തൊഴില്. ആ കൂടി 4-3-8 പേര് കാണുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പിള്ളയെ കൊണ്ടാണ് ഇട്ടത്, എന്റെ ഒരേ ഒരു മോളെ കൊണ്ടാണ് ഞാൻ ഇട്ടത്. എനിക്ക് ഫേക്ക് ഐഡീസ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ആ കൂടി ഫേസ്ബുക്കിൽ 2 അക്കൗണ്ട് ഉണ്ട്. താങ്കൾ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് അവിടെ ഇട്ട് പറയുന്നില്ല, അത് എന്റെ അക്കൗണ്ടാണ്. അത് എന്റെ അക്കൗണ്ട് തന്നെയാണ്. അത് ഞാൻ വെറുതെ വെച്ചിരുന്ന സാധനമാണ്. യൂട്യൂബിൽ 1 അല്ല 3 ചാനലുകൾ എനിക്കുണ്ട്. ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. വേറെ ഒരു അക്കൗണ്ട് എനിക്കില്ല എന്നുള്ളത്. ബാക്കി കേൾക്കാം. ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് ചോദ്യം ചെയ്തു. ഇയാളെ മെസ്സഞ്ചറിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ എഴുതിയത്? അവര് ഇങ്ങനെ ഒരു അസുഖം വന്ന് കഴിയുന്ന ഒരു ജീവി, ഒരു മനുഷ്യനല്ലേ, അവർക്ക് എന്ത് വേണേലും എപ്പോ വേണേലും സംഭവിക്കാം, അവരോട് എപ്പം കരുണയായിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയപ്പോ ഇയാള് എന്നോട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, ഇയാൾ ചാറ്റ് ചെയ്യണം. ഇയാൾ ടൈപ്പ് ചെയ്ത് കുറെ എസ്സേ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. രേണു എന്ന് പറയുന്നവര് പണ്ട് വ്യഭിചരിച്ച് ജീവിച്ചതാണ്. അവരെ കുറിച്ചുള്ള ഉണ്ടല്ലോ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്റെ അഡ്വക്കേറ്റിനും ഞങ്ങളത്. വട്ടി ബിന്ദു, നിന്റെ അടുത്ത് ഏതോ ഒരു പ്രാന്തം വന്ന് ആരോ ആയിക്കോട്ടെ വന്ന് നിന്റെ അടുത്ത് വന്ന് ചാറ്റ് ചെയ്തു. അത് ഞാനാണ് എന്നുള്ള തെളിവാണ് എനിക്ക് വേണ്ടത്. നിന്റെ അടുത്ത് വന്ന് ചാറ്റ് ചെയ്തത് ഞാനാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നിന്നെ വട്ടം നല്ല വിളിക്കാനുള്ളത്. നിന്നെ ആഹക്കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട് വട്ട് ബിന്ദു, കാരണം നീ വട്ടാണ് പറയുന്നത് എന്നുള്ളത്. നിന്റെ ഈ ചേഷ്ടകൾ എന്ത് ഭംഗിയായിട്ട് നോക്കണം. ഈ പറയുന്ന സുരേന്ദ്രനെ കുപ്പിയിലിറക്കിയത് കൃത്യമായിട്ടിരുന്ന് പറയേണ്ടത് ചെയ്തത് ഞാനാണെന്നുള്ളത്.
പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു കോർട്ടില്. അതിലേക്ക് അപ്പൊ ഇന്നലെ സൈബർ സെല്ലിൽ ഇപ്പൊ കംപ്ലൈന്റ് വരുതി. അപ്പൊ അവര് പറഞ്ഞു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്നോട് സംസാരിച്ച കംപ്ലീറ്റ് ചാറ്റ്, എനിക്ക് വാട്സപ്പിൽ അയച്ച മെസ്സേജസ്, ഇതെല്ലാം ഞാൻ വെച്ച് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സംസാരിച്ചത്? വാട്സപ്പിലാണോ? രണ്ടിലും സംസാരിച്ചിട്ടുണ്ട്. ആദ്യം മെസ്സഞ്ചറിൽ സംസാരിച്ചു. അതിൽ തന്നെ രേണുവിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. ഋതപ്പൻ രേണുവിനെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇയാളിത് ഒഴിഞ്ഞു പോകുന്നത്. ഋതപ്പൻ രേണുവിനെ കൊല്ലൂ എന്ന് പറഞ്ഞു. ഇതെന്തിനാ? ഇത് പുതിയൊരു ഇതാണല്ലോ. കൊച്ചി ചെറുക്കൻ രേണുവിനെ കൊല്ലൂ എന്ന് പറഞ്ഞു. ഓഹോ, ഇയാള് സംസാരിച്ച് പോവാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫേസ്ബുക്കിനകത്ത് വോയിസ് ആണോ അതോ കിടക്കുന്ന ചാറ്റാണ്? ചാറ്റാണ്. ഇയാള് ടൈപ്പ് ചെയ്ത ചാറ്റും എന്റെ വോയിസുമാണ്. അപ്പൊ ഇയാളുടെ വോയിസ് എന്തെങ്കിലും വോയിസ് എന്റെ കയ്യില് അത് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല തൽക്കാലം. കാര്യം നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ള പോലീസ് പറഞ്ഞു കേസുമായിട്ട് കോർട്ടിലേക്ക് ഫയൽ ചെയ്യുന്ന കേസുകളായതുകൊണ്ട് ഒരിക്കലും അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേസിനെ എഫക്ട് ചെയ്യും. അയ്യോ കുഞ്ഞു വാവ, ചൊണയുണ്ടെങ്കിൽ എടുത്ത് വിടറി. വോയിസ് ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ എടുത്ത് വിടറി. വട്ടി ബിന്ദു, എന്തല്ലേ എന്തെങ്കിലും ഞാനാണ് തെളിയിക്കുന്ന ഒരു വോയിസ് ചാറ്റ് കൊണ്ട് എടുത്ത് ഞാൻ തുണിയില്ല കിടക്കൂടി. ലാഷ് മോളെ ഉണ്ടാക്കണം വന്നിരുന്നുണ്ട് തേങ്ങ. എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ എനിക്ക് വാട്സപ്പില് അയച്ച മെസ്സേജസും പിന്നെ മെസ്സഞ്ചറിൽ അയച്ച മെസ്സേജസും അതൊക്കെയാണ് എന്റെ കയ്യിലുള്ള തെളിവുകൾ. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തേങ്ങ കൊല വല്ലവനും വന്നു കഴിഞ്ഞ് നിന്റെ വട്ട് കാരണം വ്യാപനം ഒരുത്തം വന്ന് അയച്ചേനി ഞാനാണെന്ന് രാന്തി അതൊന്ന് ഉണ്ടാക്കണേ. എന്ത് തെളിവടി നിനക്ക് എന്നല്ലേ ഉള്ളത്? ഞാനാണെന്നുള്ള തെളിയിക്കാൻ നിനക്ക് എന്ത് തെളിവാണ് ഉള്ളത്? നീ സൈബർ സെല്ലിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. എന്റെ അമ്മ സത്യമായിട്ട് ഇതുവരെക്കായിട്ട് എനിക്ക് കേസ് വന്നിട്ടില്ല. വിളിക്കണേ എന്നുള്ളതാണ്. അവിടെ നിന്ന് വിളിക്കുമ്പോൾ നീ വരണം അവിടെ. വട്ടെ നീ അവിടെ വരണം. നീ അവിടെ വന്നിട്ട് എനിക്കുണ്ടായ മാനഹാനിക്ക് നീ അവിടെ നിന്ന് ഉത്തരം പറയണം. ഞാനാണ് തെളിയിക്കുന്നത് എന്നുള്ള ഒരൊറ്റ രേഖ, അതൊരു മെസ്സേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോള് എന്തോ ആയിക്കോട്ടെ, നീ അവിടെ തെളിയിക്കണം. മനസ്സിലായോ? തന്നെ അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നീ ഇത് പറഞ്ഞ ഫേക്ക് ആണ്. നീ ഒരു റെസിപ്റ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, അത് ഫേക്ക് ആവല്ലേ എന്നാണ്. അത് നീ ഒരിക്കൽ കൊണ്ടുകൊടു എന്നാണ് എന്റെ പ്രാർത്ഥന. ഫേക്ക് ആവരുത്. എന്നെ വിളിക്കണം. സൈബർ സെല്ലിൽ എന്നെ വിളിക്കണം. നീ വരണം. വട്ടെ നീ അവിടെ വരണം. എന്നെ ആഹക്കൂടി ഞാൻ മോശപ്പെടുത്തില്ല. ഒരേ ഒരു കേസ് വട്ട്, നിനക്ക് വട്ടാണ്. ഇങ്ങനെ വന്ന് പറയണം നിനക്ക് വട്ടാണ് എന്നുള്ളത് തന്നെയാണ്. നിന്റെ ഫോട്ടോ വെക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. എനിക്കറിയാം നിനക്കൊരു പിടിക്കില്ല, നിനക്കൊരു മെന്റലാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇതിലും മുമ്പിലും ഒന്ന് നിന്റെ ഫോട്ടോ ഞാൻ വെക്കാത്തത്. ഇനിയുണ്ട് പുക്കളയില്. ഇനിയാണ് ഗുരുതരമായ ആരോപണം. മാത്രമല്ല ഇത് മുഴുവൻ കേൾക്കണം. ഇങ്ങനെ ഇയാൾ പറഞ്ഞത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ഇയാളെ കുറെ ചാത്തൻ സേവ, ഇയാളെ ഞാൻ ഹിജഡയെന്ന് വിളിച്ചു. ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് സംസാരിച്ചൂടെ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ജെനുവിൻ അക്കൗണ്ടിൽ നിന്നാണ്. ഇങ്ങനെ ഭീരുക്കളാണ്, ഐ മീൻ ഹിജഡകളാണ്, ആണുങ്ങളാണെങ്കിൽ ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നത്. ഇയാൾക്കാണ് ഹിജഡയെന്ന് ഞാൻ അതെ അതാണ് അയാൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവാനുണ്ടായ മെയിൻ കാരണം. അപ്പം അങ്ങനെ ഞാൻ ആ സുരേന്ദ്രൻ എന്ന് പറയുന്ന അങ്ങേരെ എന്തെല്ലാം പറഞ്ഞ് കുപ്പിയിലാക്കണം നോക്കി വേണം. ഹിജഡയെന്ന് വിളിച്ചതാണ് എന്നുള്ളത്. ഈ ആരെ വിളിച്ചോന്ന് ഈ വട്ട് ബിന്ദു, ഞാൻ ഇപ്പോഴെങ്കിലും നിനക്ക് സമാധാനത്തിൽ പറയും. ഞാനല്ല അത് ബിന്ദു, അത് ഞാനല്ല. എനിക്ക് നിന്നെ പോലെ വട്ടുകളുടെ ബാക്കിൽ പോകണ സ്വഭാവമില്ല. 1-2 കൊല്ലമല്ല ഞാൻ യൂട്യൂബിൽ കയറിയിട്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 1-2 കൊല്ലമല്ല, വർഷം കുറേയായി. മനസ്സിലായോ? എനിക്കറിയാം ഒരു വട്ടിനെ കണ്ടാൽ തിരിച്ചറിയാം ആർക്കൊക്കെ മെസ്സേജ് അയക്കണം, എങ്ങനെയൊക്കെ മെസ്സേജ് അയക്കണം. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരാള് ഇപ്പൊ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തവരുടെ ലക്ഷ്യം എണ്ണാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾ ഇപ്പോഴേ എനിക്ക് അറിഞ്ഞൂടെ ആരെന്നുള്ളത്. 200, 400, 500 പേര് കിടപ്പുണ്ട്. 500 കൂടുതൽ പേര് കിടപ്പുണ്ട്. അതിൽ ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയൊരു മെസ്സേജിൻ്റെ തുണ്ട് എന്തെങ്കിലും റോങ് ആയിട്ട് ഞാൻ പറയുകയോ പ്രവർത്തിയോ ഒരൊറ്റ സാധനം കൊണ്ടിട്ടതാ ഞാൻ ഈ പറയുന്നത്. ഞാൻ തുണിയില്ല നടക്കും ഇവിടെ കൂടി. മനസ്സിലായോ? വട്ട് ബിന്ദു ഇയാള് താഴെ ഒരുപാട് നിന്നെ പോലെയുള്ള രേണുവും നിന്നേനെയൊക്കെ പോലെയുള്ള ആളുകളോട് എനിക്ക് ഇനി നല്ല സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഉണ്ട്, നിന്നോടൊക്കെ സംസാരിക്കാൻ ഈ അക്കൗണ്ട് മതി. ആ സ്ക്രീൻഷോട്ടും എന്റെ കയ്യിൽ ഷെഫീന എന്ന് പറയുന്ന പടക്കശാന്തിക്കെതിരെ ഞാൻ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്നറിയോ? അപ്പൊ അവൻ എന്ന് പറഞ്ഞാൽ അവൻ അതിനെക്കാളും മറ്റടുത്ത മോനാണല്ലോ. അവനും ഞാൻ എതിരെ ഞാൻ വീട് ചെയ്തിട്ടുണ്ട്. സാർ അതെനിക്കറിയത്തില്ല. എന്നോട് എന്താണോ അയാൾ പറഞ്ഞത് അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ ഞാനിത് അവിടെ അവസാനിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാളെ ചാത്തൻ സേവ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ശപിച്ച് ഞാൻ അങ്ങനെ വിടുന്നത്.
ഒന്നാമത്തെ കേസ് ശപിച്ചത് തന്നെയില്ല. ശപിക്കണ എങ്ങനെയാണ്? ആരെങ്കിലും വിളിക്കുന്നത് നിന്റെ വീട്ടിൽ ഇരിക്കണ പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ചാവുമെന്നാണ് ശപിക്കുന്നത്. നിന്റെ ആ ഒരു യക്ഷി ചിരിയും ചിരിച്ചിട്ട് ഞാൻ ഇവിടെ ചാത്തൻ സേവയാണ്. എടാ, ഈ ഒരു വോയിസ് പല യൂട്യൂബേഴ്സിനും കിട്ടി. എന്റെ സത്യാവസ്ഥയാണ്. പല യൂട്യൂബേഴ്സിനും എല്ലാവർക്കും ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ചാത്തൻ സേവയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെക്കാട്ടി വലിയ ചാത്തൻ സേവയാണ് ഞാൻ എടുത്ത് ചെയ്തത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതാണ് പേടിപ്പെടുന്നത്. എന്റെ വീട്ടിലിരിക്കുന്ന കൊച്ചുകുട്ടി ചാവുമെന്ന്. അതായത് ഏണുവിന്റെ സ്തുതി പറ്റി പിന്നീട് എതിരായിട്ട് പറഞ്ഞാൽ നിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യമാര്, അമ്മമാര്, കൊച്ചു കുട്ടി വരെ ചാവുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം എനിക്ക് സൈബർ സെല്ലിൽ കൊടുക്കണം. നീ ഫേസ്ബുക്കിൽ എനിക്കെതിരായിട്ട് ഇട്ട ആ പോസ്റ്റ്, വീഡിയോ, നമ്പര്, ഇതെല്ലാം എനിക്ക് ഈ എന്നെ കംപ്ലൈന്റ് എന്നെ വിളിക്കൂലേ? വിളിക്കുമ്പോൾ ഇതൊക്കെ കാണിക്കണം. നീ അവിടെ വരണം. നിന്നെ ഞാൻ അവിടെ വരുത്തും എന്നുള്ളതാണ്. ഇയാള് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അടുത്ത ദിവസം രാത്രി 10:37 എനിക്കൊരു മെസ്സേജ്, ചാത്തൻ സേവയ്ക്ക് റേറ്റ് എത്ര, യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ്. പിന്നെ മോളെ നീ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൃംഗാര മെസ്സേജുകൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് പട്ടിന്റെ അടുത്ത് ശൃംഗാര മെസ്സേജ് 10:36 മോളേന്ന് വിളിച്ചുകൊണ്ട് പടുകിളവി ഞാൻ മോളേന്ന് വിളിച്ചുകൊണ്ട് അല്ലേ? നിനക്ക് വട്ടായി കുടുംബവും ഇല്ല, നാടോ ഇല്ല. ഞാൻ ഇവരെ ഡീറ്റെയിൽ ഇല്ല. ഇവിടെ ഭർത്താവിന്റെ പേര് രാജേഷ്. അതാണ് നിനക്ക് ഇത്ര വേവ് എൻ്റെ അടുത്ത്. എന്റെ പേര് രാജേഷ് എന്നായതുകൊണ്ടാണ് ഇത്ര വേവ്. ഭർത്താവിനെയൊക്കെ അടിച്ചു കളഞ്ഞ് ഞാൻ ഒറ്റയാനാണെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. അതാണോ? പേടിയായി. കാര്യം ഈ യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് രാത്രി ഒരു മെസ്സേജ് വരുമ്പോൾ ഏത് സ്ത്രീയും പേടിക്കും. കാര്യം നമ്മൾ ഏതെങ്കിലും ഫോട്ടോ ഇയാള് മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയമായി. എന്തൊരു കുലീനത ഇത് കേട്ട് കഴിഞ്ഞ പാവം. സുരേന്ദ്ര, എന്നെ കുറ്റം പറയാൻ പറ്റില്ല. നീ വീണ് പോയെന്ന് നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് അവളുടെ അഭിനയം. പക്ഷെ നീ എന്റെ തള്ളക്ക് വിളിച്ചു. ഇത് ഇവര് കേട്ടോർന്നെ സത്യാവസ്ഥ അറിയാതെ നീ എന്റെ വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്ക് വിളിച്ചു. സുരേന്ദ്ര, എന്റെ അമ്മയ്ക്ക് വെറുതെ ഒരാൾ കിടന്ന് വിളിച്ച നിനക്ക് എങ്ങനെ തോന്നുന്നു സുരേന്ദ്ര? ആ വേദന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അഭിപ്രായം വ്യക്തികൾ നിനക്ക് ഈ പറയുന്ന ആരാണ് രേണുസുതി സപ്പോർട്ട് ചെയ്തത്? നിന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ക്യാൻസർ വന്നതിന് ശേഷം ഇതിലെക്കെട്ടും ഈ പറയുന്ന അവൾക്കെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് അവർക്കെതിരാണ് കിച്ചുവിനെതിരായിട്ട് വീഡിയോ ഇട്ടത് മോശമാണ് എന്ന് പറഞ്ഞ് മാത്രമല്ല വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും അയാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഞാനൊരു ബിസിനസ് വുമൺ ആണ്. ഞാനുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടും. ചാനൽസുമായിട്ടുള്ള ഇന്റർവ്യൂസ് യൂട്യൂബിൽ നിന്ന് എടുക്കാം. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ഇവർക്ക് എന്റെ ഫോട്ടോ എടുക്കാം. എല്ലാവരും കാര്യം ഞാനൊരു ബിസിനസ് വുമൺ ആണല്ലോ. എന്റെ ഒരുപാട് ഇന്റർവ്യൂസും ആരെ പറ്റിച്ചോണ്ട് എന്തൊരു തൈലം എന്തോ ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് ബിസിനസ് വുമണെന്ന് കേട്ട് ചെയ്യുന്നത്. എന്റെ കോടികളുടെ എന്റെ ബിസിനസിന് ഞാനൊരു അറുതി വരുത്താനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ബിസിനസ് ഇല്ലേ, എനിക്ക് ഞാൻ MSME അവാർഡ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പം എന്റെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ എന്റെ ഒഫീഷ്യൽ നമ്പർ, ബിസിനസ് നമ്പറും എടുക്കാം. എന്റെ ഫോട്ടോസും ഒക്കെ ഇവർക്ക് എടുക്കാം. ആർക്ക് വേണമെങ്കിലും എടുക്കാം. അല്ല, ഈ ഫോട്ടോയിൽ ഇവിടെ എവിടെയെങ്കിലും തുണിയില്ലാത്ത ഫോട്ടോ വല്ലതും ഉണ്ടോ? എനിക്ക് അവരോടത്ത് ചോദിക്കുകയാണ്. അതെടുത്ത് ഭീഷണിപ്പെടുത്തുന്ന പറയുന്നത് നിങ്ങളുടെ അതാണ് ഈ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അതായത് അവന്റെ കയ്യിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടാക്കാനാണ് ചോദിക്കുന്നത്. യാവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ ആ ചാറ്റ്, ആ ചാറ്റ് ഞാൻ ഇവിടെ വെക്കാമേ. ആ ചാറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇവര് ചാറ്റ് ചെയ്ത് ആ ചാറ്റിന്റെ സ്വഭാവം കണ്ടിട്ട് ഇവരുടെ ഡയലോഗ് കണ്ടിട്ട് അതൊരു പെണ്ണാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവര് പറയണു അത് ആണാണെന്ന്. അത് ഞാനാണെന്ന് പറയണത്. ആണോ അല്ല, ഞാൻ തന്നെയാണ്, നിന്നെ തന്നെയാണ്, നീ തന്നെയാണെന്ന് പറയണത്. അപ്പൊ അങ്ങനെ ഞാൻ പോലീസും എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോസ് അയാൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടോ? അതല്ലോ സാർ. അയാളുടെ ചാനലിലും ഷെഫീനയുടെ ചാനലിലും എന്റെ ഫോട്ടോ ഇങ്ങനെ ഉയർത്തിയിട്ട് ഞാനൊരു ക്രിമിനലാണ്, ഇവളൊരു ക്രിമിനലാണ് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ പട്ടെ, നിന്റെ ഫോട്ടോ എന്റെ ഏത് ചാനലിലാണ് ഞാൻ ഇന്ന് എന്റെ ഉയർത്തിപ്പിടിച്ചത്? നീ ക്രിമിനൽ ആണെന്ന് എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? നിനക്ക് മാനസിക അസുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും പറയാം, നിനക്ക് വട്ടാണ്. അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചാത്തൻ സേവയാണ് ചെയ്യുന്നത്. നിന്റെ വീട്ടിലുള്ള കുട്ടികളടക്കം ഇനി ഓരോ നാട്ടും മരിച്ചു തുടങ്ങും. നിന്റെ മരണം ഞാൻ ഇവിടെ കാണുന്നു. ഇതിന് സർവനാശം ഭവന്തു എന്ന് പറയുന്നത് മാനസിക രോഗമുള്ളവരാണ്. നോർമൽ ആയിട്ടുള്ളവർ പറയത്തില്ല. മനസ്സിലായോ? നിന്റെ എവിടെയാണ് നിന്റെ ഫോട്ടോ വെക്കുന്നത്? എനിക്കറിയാം നീ വട്ടാണ്, അതുകൊണ്ടാണ് നിന്റെ ഫോട്ടോ ഞാൻ വെക്കാത്തത്. ഓക്കെ, എന്റെ ഫോൺ നമ്പർ അവര് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്റെ ഫോൺ നമ്പർ ആ സ്ത്രീ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കേസ് വിട്, എന്റെ കേസാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഫോൺ നമ്പർ അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് നീയാണ്. അതായത് നിന്റെ ഫോൺ നമ്പർ എനിക്ക് അറിഞ്ഞേ കൂടെ. നീ എന്നെ വിളിച്ചപ്പോൾ, അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. നീ എന്നെ വിളിച്ചപ്പോഴാണ് നിന്റെ നമ്പർ എന്തെങ്കിലും ഞാൻ അറിയണത്. കാരണം ഇതുപോലത്തെ വട്ടുകളെ വിളിക്കൊക്കെ അല്ല എന്റെ പണി. നിന്റെ ഫോൺ നമ്പർ ഞാൻ എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? മറിച്ച് നീ എന്റെ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നീ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കംപ്ലീറ്റ് വിത്ത് റെക്കോർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഈ പറയുന്ന എനിക്കെതിരെ ആരോപിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ നീ ചെയ്തതാണ് എന്നുള്ളതാണ്. ചാറ്റ് ചെയ്തതല്ല. അയ്യേ, ഇതുപോലെ വൃത്തികെട്ട നാറെ കൂറാം
അട്ടെടുത്ത് ലൂസ് എടുത്ത് ഭ്രാന്തെടുത്ത് അലവരാതിയുടെ അടുത്ത് ഞാൻ ചാറ്റ് ചെയ്യാൻ പോകാറില്ല. വീഡിയോയിലൂടെ എന്റെ ഇൻസ്റ്റയിൽ ആ വീഡിയോ റണ്ണിങ്. അതാണ് ഞാൻ പോലീസിൽ പരാതി. നമ്പർ പബ്ലിക് ആണല്ലോ. നമ്പർ പബ്ലിക്കാണ്, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ബിസിനസിന് വേണ്ടിയിട്ടല്ല, ബിസിനസ് പർപ്പസിൽ കൊടുത്തിരിക്കുന്ന നമ്പറില്ല. അത് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ക്രിമിനൽ ആണ്. അതുകൊണ്ടാണ് എന്റെ ക്ലയൻസും എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം റൺ ആവുന്നുണ്ടല്ലോ, നിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്. അതാണ് എനിക്ക് ശരിക്കും വേദന ഉണ്ടാക്കിയത്. അതിന്റെ താഴെ മുഴുവനും അവരുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറെ ഫേക്ക് ഐഡീസിൽ നിന്ന് എനിക്ക് അശ്ലീല കമന്റുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ വായിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ പ്രൊഫൈലിലുണ്ട്, ഇയാളുടെ പ്രൊഫൈലിലുണ്ട് അശ്ലീല കമന്റുകൾ ഇട്ടിരിക്കുകയാണ് ആളുകൾ. സോഷ്യൽ മീഡിയ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ലാംഗ്വേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിച്ചും അല്ലെങ്കിൽ വളരെ മോശമായിട്ട് തെറി വിളിച്ചൊക്കെ ആയിരിക്കും കമന്റുകൾ വരുന്നത്. അത് നമുക്ക് സ്വാഭാവികമാണ്. സുരേന്ദ്രൻ അത്രയെങ്കിലും ബോധ്യമുണ്ടല്ലോ, അത് സ്വാഭാവികമാണ് എന്നുള്ളത്. പിന്നെ ഇതൊന്നും ഈ ഒരു സ്വാഭാവികത സുരേന്ദ്രൻ എന്താ മറന്നു? ഇത് ഒരു പെണ്ണായതുകൊണ്ട് ഒരു പെണ്ണ് വന്ന് ഒരാണിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാധനം പറയുകയാണ്. ഇങ്ങനെ അവളെ ഞാൻ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു, ഇല്ലെങ്കിൽ അവളുടെ ഫോട്ടോ എല്ലാം ഞാൻ മോർഫ് ചെയ്ത് ഇടുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ സുരേന്ദ്ര ഒരു തെളിവ് നിനക്ക് ചോദിക്കണ്ടേ? എന്തെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു തെളിവ് നീ ചോദിക്കണ്ടേ? അത് തെളിവ് വെച്ചിട്ട് നിനക്ക് ആ ഒരു തെളിവ് കിട്ടി, നിനക്ക് ഉറപ്പായി എന്നുണ്ടെങ്കിൽ നീ വിളിച്ച തെറികളെല്ലാം ഞാൻ അങ്ങ് സഹിക്കും. മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യണം. ഇതല്ല, ഇതിന്റെ അപ്പുറം തെറി വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. മനസ്സിലായോ? ഇങ്ങനെ പെൺകുട്ടികളെ വിളിച്ചു മോർഫ് ചെയ്ത് നിന്റെ ഫോട്ടോ ഞാൻ പ്രചരിപ്പിക്കും, എനിക്ക് എന്റെ കൂടെ കിടന്നില്ലെങ്കിൽ എന്ന് പറയുന്നവനെ നീ വിളിച്ച തെറികളെല്ലാം പക്കയാണ്. അവൻ അങ്ങനെ തന്നെ വിളിക്കണം. പക്ഷെ അതിന് മുമ്പ് ഒരു പെണ്ണ് വന്നിങ്ങനെ പറയുമ്പോൾ അതിന്റെ ജെന്യൂനിറ്റി നോക്കണ്ട സുരേന്ദ്ര. നോക്കണോ വേണ്ടേ സുരേന്ദ്ര? ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാം, നോക്കണോ വേണ്ടേ? ശത്രുക്കളായിരിക്കാം നമ്മൾ, ഓക്കെ. പക്ഷേ താങ്കൾ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഒരുത്തി വന്ന് ഇങ്ങനെ ഈ പറഞ്ഞ മോങ്ങിക്കൊണ്ട് വന്ന ഒരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വാങ്ങിച്ചിട്ടല്ലേ പറയാനുള്ളത്? പക്ഷെ എന്റെ സമ്മതമില്ലാതെ എന്റെ ഫോട്ടോയും എന്റെ നമ്പറും ഇവർ എന്തിനു പബ്ലിഷ് ചെയ്തു? വട്ടെ, അതാണ് ഞാൻ നിന്നെ ചോദിക്കുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ഫോട്ടോയും എന്റെ നമ്പറും നീ എന്തിനു പബ്ലിഷ് ചെയ്തു? നിന്റെ ഫോട്ടോയോ നിന്റെ നമ്പറോ ഒരിടത്തും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുമില്ല, ഒരിടത്ത് പറഞ്ഞിട്ടുമില്ല. നീ എന്തിന് എന്റെ ഫോട്ടോയും എന്റെ നമ്പറും പബ്ലിഷ് ചെയ്ത? പെണ്ണുങ്ങൾക്ക് എന്ത് കൊമ്പുണ്ടോ? ആണോ? അതുകൊണ്ടാണോ? അപ്പൊ പോലീസ് പറഞ്ഞു അത് നിങ്ങളെ സമ്മതമില്ലാതെ അങ്ങനെ ഇത് സെക്സ് ടോപ്പിക്സോ അങ്ങനെയുള്ള ഒന്നുമല്ല. പോലീസ് പറഞ്ഞത് സെക്സ് ടോപ്പിക്സ് ഒന്നും അല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇല്ല, അത് കൊടുക്കാനായിട്ട് ഞങ്ങൾ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അതെനിക്ക് എല്ലാം ഒന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കരുതെന്ന് പോലീസ് പറഞ്ഞു. കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതുണ്ട്. തന്നെ ഇല്ലേ? നീ എന്തിന് ഇനി എന്ത് കൊടുക്കാതിരിക്കുന്നത്? നിന്റെ ഉണ്ടെങ്കിൽ ഒറ്റ ഒരു പെണ്ണാണെങ്കിൽ നീ പെണ്ണാണെങ്കിൽ കുറേ, നീ പെണ്ണാണെങ്കിൽ നീ എന്തെങ്കിലും വോയിസ് അല്ലെങ്കിൽ ഈ വല്ലവനെ ഇട്ട് ഒരു ചാറ്റല്ല, വല്ലവനെ യാതോ കിടന്ന ഓർത്ത നിന്റെ അടുത്ത് നിന്റെ ഭ്രാന്തിനെ ഇറങ്ങി അവൻ വിളിച്ചു പറഞ്ഞതല്ല, ഞാനാണെന്ന് തെളിയിക്കുന്നത്. എന്റെ വോയിസ് ഉണ്ടെന്നാണ് നീ ഇപ്പം പറഞ്ഞത്. ആ വോയിസ് നീ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുന്ന സൈബർ സെല്ലിൽ കൊടുത്തുന്ന നീ പറയുന്നത്. സൈബർ സെല്ലുകാർ എനിക്കിത് കാണണം. വല്ലവളെയും വാക്ക് കേട്ട് ഒരു അന്വേഷണം കൂടി കൂട്ടാൻ എന്നെ വിളിച്ചു വരുത്തണമെങ്കിൽ സൈബർ സെല്ലുകാർ അത് അറിയണം. ഇത് എന്താണ് സംഭവം? എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയാണ്. ഞാൻ ഇതുവരെയായിട്ട് മനസാ വാചാ കർമ്മണ അറിഞ്ഞിടാത്തത് ഈ ഭ്രാന്തിയുടെ അടുത്ത് ഇതുവരെയായിട്ട് ഞാൻ കോൾ ചെയ്യുക, എൻ്റെ നമ്പരും ഇല്ല, ഞാൻ ചാറ്റ് ചെയ്യുക, എനിക്ക് ഫേക്ക് ഐഡികൾ, എനിക്കൊരു ഫേക്ക് ഐഡി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്നും ചെയ്യണ്ട നിങ്ങൾ. എനിക്കൊരു ഫേക്ക് ഐഡി ഉണ്ടെന്ന് ഈ സൈബർ സെല്ല് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ഇതോടെ ഇവിടെ വെച്ച് നിർത്തിക്കോളാം. എൻ്റെ പേരിൽ ഒരു ഫേക്ക് ഐഡി ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് അതിന്റെ ഗതികേട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആരുടെ ഇതിലും പോയി ഇതുപോലെ കമന്റും ഇടാറില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതുവരെ കേട്ട് ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ഐഡിയ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്കിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട്. അല്ലാതെ എനിക്ക് ഒരു ഫേക്ക് ഐഡി എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒളിഞ്ഞിരുന്ന് ഉണ്ടാക്കണം. ഞാൻ അവർക്കെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. മനസ്സിലായോ? ബാക്കിയേ ഞാൻ ഇതിനെ പറ്റി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളുടെയും ഇവരുടെയും ഒക്കെ കാര്യങ്ങൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേഡീസ് എന്നെ കോണ്ടാക്ട് ചെയ്ത് എന്നെ ഫോൺ ചെയ്തായിരുന്നു, കോൾ ചെയ്തായിരുന്നു എന്റെ നമ്പറിൽ തന്നെ. അവര് പറഞ്ഞു ഇങ്ങനെ അവരെ ഇതുപോലെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. പാട്ടി നിന്നെ തെറി വിളിക്കാത്തത് നീ ഒരു പെണ്ണായത് കൊണ്ടാണ്. ഏവളടി
എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞത്? എടുത്തെറി ചൊണയുണ്ടെങ്കിൽ ലാഷ് മോളെ എടുത്തിട്ട് നീ ഒന്ന് ഫേക്ക് ആയാലും കുഴപ്പമില്ല. നീ ആരെങ്കിലും കൊണ്ടൊരു ഫേക്ക് ആയിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു ഒരു ഫേക്ക് ആയിട്ടെങ്കിൽ നീ എടുത്തിട് ചൊണയുണ്ടെങ്കിൽ എടുത്തിട്ട്. സുരേന്ദ്രൻ, നിനക്ക് അതെങ്കിലും ചോദിച്ചുകൂടെ? ഈ പറഞ്ഞ നട്ടാ കുടിക്കാത്ത കള്ളം നിന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സുരേന്ദ്രൻ നിനക്ക് ചോദിച്ചൂടെ? അതെങ്കിലും തന്നൂടെ? നിന്നെ ബോധ്യപ്പെടുത്താനെങ്കിലും തരണം. നീ പബ്ലിഷ് ചെയ്യണ്ട. പബ്ലിഷ് ചെയ്താലല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ. നിനക്ക് ബോധ്യം വരണമല്ലോ. നിനക്ക് ബോധ്യം വരാൻ, അതായത് ഇവള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് ഇതുപോലെ ഞാൻ നിരന്തരം അവരെ ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു. ഇവരെ ഫേസ്ബുക്കിൽ അമ്മയുടെ ഒരാഴ്ച മുമ്പ് ഇട്ടാണ്. ഒരു കമന്റ് പോലും അതിനകത്തില്ല. ഒരു പട്ടികളും കാണില്ല. 5-10 പേര് കാണുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ്. അവിടെ വന്ന് ഏതോ വ്യക്തികൾ കിട്ടുന്നവർ. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സുരേന്ദ്രനെ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. ഈ സുരേന്ദ്രനെ കൊണ്ട് എനിക്ക് 2 തെറി വാങ്ങിച്ചു തരണം. ഇതായിരുന്നു അവരുടെ അജണ്ട. മണ്ടൻ സുരേന്ദ്രൻ അതിൽ വീണു എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ ഏത് പെണ്ണാണ്? നീ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കേസ് പറയാം. നീ ഈ പറഞ്ഞ വോയിസ് ഉൾപ്പെടെ നീ ഇപ്പൊ എനിക്കെതിരെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എന്നാ ഈ പറഞ്ഞ അപകീർത്തിപ്പെട്ട സാധനം ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ തെളിവ് നീ സൈബർ സെല്ലിൽ വരുമ്പോൾ തരണം. കംപ്ലീറ്റും തരണം. തന്നേ പറ്റുള്ളൂ. പെണ്ണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി നീ വിചാരിക്കും നമ്മളെ ബൈക്കിൽ ആളില്ല, നീ അങ്ങ് പെണ്ണായോണ്ട് മറ്റേ പറഞ്ഞാൽ പെണ്ണുങ്ങളെയും കൊണ്ടുവരത്തുള്ളൂ. കാരണം പെണ്ണിനെയും കൊണ്ടുവരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ആണ് പെണ്ണ് വയസ്സില്ല. പെണ്ണിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴേ നിയമം ഒരുപോലെ നിൽക്കത്തുള്ളൂ. ഓക്കെ, ബാക്കി അയാൾ ഇതാ പറഞ്ഞത്, എന്റെ കൂടെ ഞാൻ പറയുന്നിടത്ത് ഇന്ന ഹോട്ടലിൽ വരാമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സംസാരിച്ചത് സോൾവ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാള് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ സെക്സ് ടോപ്പിക്സോ അങ്ങനത്തെ കാര്യമോ, എനിക്ക് നിങ്ങളോട് പ്രണയമോ നിനക്ക് എന്നോട് പ്രണയമോ ഒന്നും ഉണ്ടായി ഒരു നാണം ഉണ്ടാടി ഇതുപോലുള്ള നട്ടാക്കുരുക്കാത്ത കള്ളം വിളിച്ച് പറയാൻ. ആ പറയുന്ന ആ ഇതിൽ തന്നെ ഉണ്ട്. ഞാനെന്നല്ല ഒരു മനുഷ്യരെ എടുത്ത് ചാറ്റ് ചെയ്തില്ലെന്ന് ആ പറയുന്ന ടോണിൽ തന്നെ ഉണ്ട്. ഒരൊറ്റ മനുഷ്യർ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത് സുരേന്ദ്രനെ കുപ്പിയിൽ ഇറക്കാൻ വേണ്ടി പറഞ്ഞ സാധനം. അതായത് ഞാൻ എവള് ഈ വട്ടിനെ ഞാൻ വിളിച്ച് പറഞ്ഞു വന്ന് നമുക്ക് സംസാരിച്ച് ക്ലിയർ ആക്കാം, നമുക്ക് റൂം എടുത്ത് സംസാരിച്ച് ക്ലിയർ ആക്കാൻ. ഞാൻ വട്ട നിന്റെ അടുത്ത് ഒരിക്കലും സുരേന്ദ്രൻ നിനക്ക് ഇതും മനസ്സിലായില്ല. ഇതും നീ അങ്ങ് വിശ്വസിച്ചു. നീ കുറെ നാൾ കൊണ്ട് ഈ ഫേസ്ബുക്കിൽ കിടന്ന ആടയില്ലേ, നിനക്ക് ഇത് കേട്ടിട്ട് മനസ്സിലായില്ലേ? ആ ചാറ്റ് നിന്റെ ഉണ്ടാ പട്ടേ ബിന്ദു നിന്റെ ഉണ്ടോ ആ ചാറ്റ്? ആ ചാറ്റൊക്കെ കൊണ്ട് വരണേ അവിടെ സൈബർ സെല്ലില്. ഞാൻ നിന്നെ തേറി വിളിക്കുകയും ചാറ്റൻ സേവയുടെ കാര്യമാണ് നിന്നോട് ഞാൻ പറഞ്ഞു. അത് ഞാൻ പോയി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ എന്റെ വീഡിയോസ് പബ്ലിഷ് ചെയ്ത് അത് ഷെഫീനയ്ക്ക് കൊടുക്കുന്നത്. ഷെഫീന ജെനുവിൻ ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തിന് ഒരു സ്ത്രീയെ കുറിച്ച് ഇവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ പ്രോപ്പറായിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവർ എന്നെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കണം ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥയുണ്ട്. അങ്ങനെയെങ്കിൽ അവരൊരു പക്ഷെ ഇടില്ലായിരിക്കും. പക്ഷെ അവരതൊന്നും ചെയ്യാതെ എന്നോടൊന്ന് എന്റെ പെർമിഷൻ കൂടി വാങ്ങിക്കാതെയാണ് പുള്ളിക്കാരിയും അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ക്രൈം. ഇറ്റ്സ് എ ക്രൈം. താങ്കൾ ചെയ്തതൊന്നും ക്രൈം അല്ല അല്ലേ? ഞാൻ എന്തായാലും ചാൻസ് നോക്കട്ടെ. ഈ പറയുന്ന ആരെങ്കിലും ജനുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ വീട്ടിൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വോയിസ് ഒക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇത് കുറച്ചും കൂടി ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ കുറെ വരും. ഇപ്പൊ തന്നെ കുറെ സമയമായി. ഓക്കെ, ഇനി ഇത് പറയാം. ഇനി ഇതാണ് സംഭവം. അതായത് ഞാൻ എവിടെ വിളിച്ചു, അതായത് പിന്നീട് റൂം ഷെയർ ചെയ്യാൻ പറഞ്ഞു. അതായത് കിടക്കണം, എൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ നിന്റെ സാധനമൊക്കെ ഞാൻ പബ്ലിഷ് ആക്കും. ഇത് ഞാൻ ഇട്ടപ്പോൾ കുറെ പെണ്ണുങ്ങൾ വന്ന് വീണ്ടും പറഞ്ഞു ഞാൻ ഇതുപോലെ ആ പെണ്ണുങ്ങളെ ഇതുപോലെ അവരെയും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വട്ട് ഈ സാധനം പറയുന്നത് എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്പറോ തേങ്ങ ഒരു മാങ്ങി ഇവിടെ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. എന്നെ വാട്സപ്പിൽ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നെ ഇങ്ങോട്ട് ആദ്യം വിളിക്കുന്നു, വിളിക്കയില്ല എനിക്ക് തോന്നുന്നു, ആദ്യം വിളിക്കുന്നു, വിളിച്ച ഉടനെ എനിക്ക് തോന്നുന്നു ഞാൻ അല്ല മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് ഞാനിങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇവളാണ്, ഈ വട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റേഷനിൽ വെച്ച് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ്. അപ്പോഴെനിക്കറിയാം ഇത്. പിന്നെ ഞാനിത് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം എനിക്കറിയാം ഇതൊരു വട്ടാണ്, മെന്റൽ ലെവലിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം എന്നെ എന്ത് ചെയ്തു, എന്നെ കോൾ ചെയ്തപ്പോൾ ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. ഇത് തന്നെയാണ് ആ കോൾ. ഞാൻ എടുത്തിട്ടും ഇല്ല, ഞാൻ സംസാരിച്ചിട്ടും ഇല്ല. ഇവിടെ ഏതൊക്കെ പറഞ്ഞാൽ എന്തോ സ്കൈപ്പ് വഴിയൊക്കെ വിളിച്ചെന്നൊക്കെ പറയണം. എൻ്റെ പൊന്ന് വട്ടേ അയ്യോ. എന്നിട്ട് ഇവിടെ സൈബർ സെല്ലിന് കേസ് കൊടുത്ത ഒരു റെസിപ്റ്റ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ആ റെസിപ്റ്റ് നോക്കിയിട്ട് കേസ് കൊടുത്തേക്ക് ആരെ പേരിലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഏത് വട്ട് എന്ന് പിന്നെ പരാതി കൊടുത്താലും അവരവിടെ നിന്ന് ഒരു റെസിപ്റ്റ് കൊടുക്കുക. ആ റെസിപ്റ്റാണ് കാണിച്ചത്. ആ റെസിപ്റ്റ് എടുത്ത് കേസ് എടുക്കണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കേസ് എടുത്ത് വിളിക്കണം, നീ വരണം, വട്ട് അവിടെ വരണം.
എനിക്കെതിരായി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ എല്ലാ തെളിവൊന്നും വേണ്ട, ഒരു തെളിവ്, ഒരു സിംഗിൾ, നീ ഇപ്പം പറഞ്ഞ സംഭവത്തിൽ ഒരു സിംഗിൾ തെളിവ്, ഞാനാണ് നിന്റെ അടുത്ത് ചാറ്റ് ചെയ്തത്, ഒരു സിംഗിൾ തെളിവ് മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കി നമുക്ക് അവിടെ. സുരേന്ദ്ര, നീ ആദ്യം ഈ വട്ടിന്റെ അടുത്തൊന്ന് വിളിച്ചു വരും, ഞാൻ തന്നെ കാണാൻ വരുമ്പോൾ എനിക്കിതിന്റെ തെളിവ് തരണം, ഞാനാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് വന്ന ഖമാന്ന് അക്ഷരം മിണ്ടില്ല, ഞാൻ ഇത് തിരിച്ചു കൊടുക്കും. പക്ഷെ നീ ആ തെളിവ് കാണിക്കണം. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ വട്ടിനെ വിളിച്ചിട്ട് ഒരു തെളിവ്, എന്റെ വോയിസോ നീ പബ്ലിഷ് ആക്കണ്ട, നിന്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട്. നീ ചെയ്ത തെറ്റെന്താണെന്ന് നാളെ നിന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. നാളെ നിന്നെക്കുറിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തൊന്ന് പറയുമ്പോൾ ഞാനത് കേട്ടപാട് കേൾക്കാത്തപാട് നിന്റെ തള്ളയ്ക്കും നിന്റെ മക്കളെയും വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫീൽ ഉണ്ടാവല്ലോ, അത് നീ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ആ പെണ്ണുപിള്ള എനിക്ക് അറിഞ്ഞും കൂടാ, പെണ്ണുപിള്ള ഫോൺ നമ്പർ ഇപ്പൊ അവരെ വിളിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഒരു ചാറ്റ് കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു ഒന്നുകൊണ്ടോ ഞാൻ എവിടെ ടൈപ്പ്, എനിക്ക് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല, മനസ്സിലായോ? അറിയാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന ഈ ചാവാലി പട്ടിക എടുത്ത് ചാറ്റ് ചെയ്യാനല്ല എന്റെ നേരം, മനസ്സിലായോ? നമുക്ക് കാണാം.